നമ്മുടെ രാജ്യത്തെ ഒരു വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾ ആത്മഹത്യയുടെ വക്കിലാണ്, രക്ഷകർത്താക്കൾ ഉൾപ്പെടെ. രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് നീറ്റും, രണ്ട് CBSE. ഈ രണ്ടിലും ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എവിടെയൊക്കെയോ. അല്ല, ഇതൊരു ഇത്രയും വലിയ ഗുരുതരമായ ഗൗരവകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഒന്ന്. രണ്ട്, ഇവിടുത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കൊന്നും, അതായത് ദേശീയ തലത്തിൽ, കേരളത്തിലെ അങ്ങ് പോട്ടെ, കേരളത്തിലിവിടെ SFIക്കാർ കുറേ സമരമൊക്കെ നടത്തിയെങ്കിലും ഒറ്റ കാര്യമൊന്നുമില്ല, മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആരും മിണ്ടുന്നില്ല. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടില്ല. ഇല്ല. MP-മാര്, അതുപോലെ മറ്റു ജനപ്രതിനിധികൾ, മുൻ മന്ത്രിമാര്, അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു മനുഷ്യനും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വളരെ ഗൗരവകരമായ വിഷയമാണ്, വളരെ ഗൗരവകരമായ വിഷയം. നമ്മുടെ ഭാവി തലമുറ ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ മെഞ്ഞാന്ന് ഇക്കാര്യം ചർച്ച ചെയ്തതാണത്. അതെ, ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിലുണ്ട് ഇത് വലിയ തോതിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇത് പോകും. ഈ CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം, ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം OSM. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ അതിനിടയിൽ കമന്റായിട്ട് ഞാൻ കണ്ടതാണ്, നിങ്ങൾ പറയുന്നത് പോലെയല്ല, അത് കൃത്യമായിട്ടുള്ള കമ്പ്യൂട്ടർ, അതായത് ഒരു മിനിറ്റിൽ ഇത്ര പേപ്പർ സ്കാൻ ചെയ്യാവുന്ന പരിപാടിയാണ്, അത്ര കമ്പ്യൂട്ടർ സംവിധാനമാണ്. പക്ഷെ എങ്ങനെ ഈ പേപ്പറിന് ക്ലാരിറ്റി കുറഞ്ഞു? അതാണ് എന്തായാലും സംവിധാനം ഏർപ്പെടുത്തിയിട്ടായിരിക്കുമല്ലോ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത്. അതെ. അപ്പൊ പിന്നെ എങ്ങനെ ഇതിന് ക്ലാരിറ്റി ഇല്ലാതായി എന്നുള്ള സ്വാഭാവിക ചോദ്യമാണ്. ഈ പേപ്പറിന് ക്ലാരിറ്റി ഇല്ലാതായി, അതായത് അധ്യാപകർ, മൂല്യനിർണ്ണയം ചെയ്യുന്ന അധ്യാപകർക്ക് പേപ്പറിന് ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ അതാത് വിഷയത്തിലല്ല ഇപ്പൊ അധ്യാപകർക്ക് പേപ്പർ നോക്കിയതെന്ന് പറയുന്നു. അതെ അതെ, അത് വലിയൊരു വിവാദ ചോദ്യമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ആൻസർ കീ കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനല്ല ഇംഗ്ലീഷിന്റെ പേപ്പർ നോക്കിയിരിക്കും. അതിൽ ആലോചിച്ച് നോക്കുക, സാമൂഹ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ ആർട്സ് വിഷയം പഠിച്ച ഒരു അധ്യാപകൻ ഫിസിക്സിന്റെയും മാത്സിന്റെയും പേപ്പർ നോക്കാന്ന് പറഞ്ഞാൽ, അതെ, അങ്ങനെ നോക്കുന്നതാണ്. അവർക്കൊന്നും അറിയില്ല, അവരുടെ കയ്യിൽ ഒരു കീ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ നോക്കി ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അത് വളരെ ഗൗരവത്തോടെ എൻ്റെ കൂടെ പഠിച്ച ഒരു ആളുണ്ട്, അധ്യാപികയാണ്. അപ്പോൾ അവരുടെ മക്കളൊക്കെ ഗൾഫിൽ CBSE പഠിച്ച, എനിക്ക് ഇന്നലെ വിശദമായിട്ടൊരു വോയിസ് അവർ ഇട്ടു തന്നു. നമുക്ക് ആ വോയിസ് ഇതിനകത്ത് കേൾപ്പിക്കാൻ കഴിയില്ല, പക്ഷെ അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതൊന്നും ഒരാൾക്കും അറിയില്ല, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാ വിവാദങ്ങളിലും ആളുകൾ തലയിടുകയും ബോളം വയ്ക്കുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടില്ല. അതൊരു സത്യമാണത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ഒട്ടും ബോധേടല്ല എന്ന് തോന്നുന്ന രീതിയിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും ഈ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട, കേന്ദ്ര സർക്കാരിനെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ട ആരും തന്നെ ഒറ്റ അക്ഷരം മിണ്ടില്ല. അപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഒരു പിതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്തോ വിജു S എഴുത്തച്ഛൻ, അങ്ങനെ കണ്ട് പറഞ്ഞു, വിജയ് S എഴുത്തച്ഛൻ. അത് നമ്മൾ ഇന്നലെ നമ്മുടെ പോർട്ടലിൽ അത് വാർത്തയാക്കി. അതായത് കഴിഞ്ഞ വർഷം നടന്ന CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് സംബന്ധിച്ച ഒരു സംഭവമാണ്. അതായത് ഈ CBSEയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയ സമയത്ത് അവർക്ക് നല്ല മാർക്കുണ്ട് എല്ലാ വിഷയത്തിനും, ഈ കുട്ടിക്ക്. അവരത് വെച്ചിട്ട് പരീക്ഷകൾക്കും ഉപരിപഠനത്തിനും എല്ലാം അപ്ലൈ ചെയ്തു. അവസാനം ഇതിൻ്റെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് കൈ കിട്ടിയപ്പോൾ 10% മാർക്ക് കുറവാണ് എല്ലാ വിഷയത്തിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ മാർക്കിൽ 10% കുറവ്. ഈ 10% എന്ന് പറഞ്ഞാൽ ചില്ലറ കുറവല്ല, 1% പോലും കുറവായിട്ടുള്ള ഒരു അവസ്ഥ. 0.5% പോലും നമ്മളെ എത്ര ദൂരം പിന്നിലേക്ക് അടിക്കാം. അതിന്റെ ഒരു രീതി അതാണ് ഈ മത്സരം രംഗമായിരിക്കും, സയൻസ് വിഷയങ്ങളിൽ. അപ്പൊ എന്നിട്ട് ഇവര് ഈ ഗ്രീവൻസിൽ പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക്, പ്രസിഡന്റിന്, അവർക്കൊക്കെ വരുന്നു, ഒരനക്കവും ഇല്ല. അവസാനം ഇവര് റീജിയണൽ ഓഫീസിൽ ഇവർ വിളിച്ച് ഈ വിഷയം പറയുന്നു, നിങ്ങളെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പരീക്ഷാഫലവും കയ്യിൽ കിട്ടിയ മാർക്ക് ഷീറ്റും തമ്മിൽ 10% വ്യത്യാസമുണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുക, ഡിസ്ക്ലൈമർ ഉണ്ട് പോലും വെബ്സൈറ്റിൽ, പരീക്ഷാഫലങ്ങളിൽ ഇറർ സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദികളായിരിക്കുന്നതല്ല. പിന്നെ ആരും ഉത്തരവാദിയാവും? നമ്മൾ പരീക്ഷ എഴുതിയ ഉത്തരവാദിയാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ, ആ ആൾക്കാരാണ് ഇപ്പൊ പഠിച്ചിട്ടാണ് അവർ നീറ്റും കീമും എഴുതാൻ. ഈ നീറ്റ് എഴുതി കഴിഞ്ഞ്, എല്ലാം എഴുതി കഴിഞ്ഞു, ഇവരെല്ലാം വളരെ ആത്മവിശ്വാസം ഇരിക്കുന്ന സമയത്താണ് അടുത്ത തട്ടിപ്പ് പുറത്തു വരുന്നത്. നീറ്റ് പരീക്ഷ റദ്ദാക്കി, ചോദ്യ പേപ്പർ ചോർന്നിരിക്കും. ആരാണ് ഉത്തരവാദി? NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇത് ആരുടെ കുഴപ്പമാണ്? വിദ്യാഭ്യാസ വകുപ്പിന്റെ, കേന്ദ്ര സർക്കാരിന്റെ, ആരുടെ കുഴപ്പം? ആരുടെ കുഴപ്പമായാലും 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും
ആത്മഹത്യയുടെ വക്കീലാണ്. കാരണം പരീക്ഷാ പേപ്പർ ഇപ്പം ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ പരീക്ഷ എഴുതി, നീറ്റ് പരീക്ഷ എഴുതിയവർ, അവരെവിടെ പോയി പുനഃപരീക്ഷ എഴുതുമെന്നുള്ളതാണ് അല്ല, വിഷയം. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം വ്യക്തമായ നിലപാട് പറയണം ഇതെന്താണ് സംഭവിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ കുട്ടിക്ക് നാളെ കൂടെ എങ്ങാണ്ട് റീവാലുവേഷൻ കൊടുക്കാനുള്ള സമയമുള്ളൂ. ആ സൈറ്റ് ക്ലിയർ അല്ല, Site clear അതല്ല അല്ല. അതിനകത്ത് ഏറ്റവും മാരകമായ ഒരു സംഗതി, ഏറ്റവും ഭീകരമായ അല്ലെ ഗുരുതരമായ ഒരു വിഷയം, ഈ സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല. 100 രൂപ അടയ്ക്കുന്നതിന് പകരം അതിൽ 8,000 10,000 66,000 രൂപയൊക്കെ വരുന്നുണ്ട്, സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം, നരേന്ദ്രമോദി ഒരുപാട് ചായ്പേ ചർച്ച നടത്തുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കുട്ടികളുടെ പേരിൽ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് CBSE എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് CBSEയുടെ കീഴിലാണ് അല്ലേ? അതെ, തീർച്ചയായും. അത് ഒരു രാജ്യത്ത് നമ്മൾ ആലോചിക്കണം എത്ര കോടി കുട്ടികളാണ് ഈ പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി വിദഗ്ധന്മാരെല്ലാവരും തന്നെ ഇതിൽ തട്ടിപ്പുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞൊരു സന്ദർഭത്തിൽ ഇത് എല്ലാവരും ഇത് കണ്ടില്ല, അല്ലെങ്കിൽ ഇത് കോടതി പോയാലും സമയം എടുക്കൂലേ? അതെ, അങ്ങനെ ഒരു വിഷയമാണ്. ഇനി രക്ഷകർത്താക്കളുടെ ഒരേ ഒരു ആശ്രയം കോടതി മാത്രമാണ്. സമയം എടുത്താലും വേണ്ടില്ല, അവർ കോടതി പോകണം. അപ്പൊ കോടതികളെ സമീപിക്കണം. കോടതികളെ സമീപിച്ച് ഇന്നിപ്പോ നീറ്റ് പരീക്ഷയിൽ സുപ്രീം കോടതി അതിരൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തൊട്ട് മുമ്പ് അതെ, ഇങ്ങനെ കോടതി വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല, സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. BJP സർക്കാർ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? അല്ല, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു അടിസ്ഥാന കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുകയും ഇത് നേരത്തെ സംഭവിച്ചിരുന്നിരിക്കാം, നമ്മൾ അറിയാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നേരത്തെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവി ഇതുപോലെ പോയിരിക്കാം. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ആ കുട്ടിയുടെ രക്ഷകർത്താവട്ടെ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. അതെ, കഴിഞ്ഞ പിന്നെ CBSE പരീക്ഷയിൽ, കഴിഞ്ഞ വർഷത്തെ CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ പാസ്സായ കുട്ടിയുടെ മാർക്ക് ഷീറ്റ് അവര് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത മാർക്ക് ഷീറ്റും കയ്യിൽ കിട്ടിയ മാർക്ക് ഷീറ്റും രണ്ടായിരുന്നു എന്ന് അതാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്, സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന മാർക്ക് ഷീറ്റ് അവർ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, ഡിസ്ക്ലൈമർ ഇട്ടിട്ടുണ്ട്. എറർ സംഭവിക്കും, എറർ സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ല, CBSE ഉത്തരവാദിയല്ല, പിന്നെ ആരാണ് ഇതിന് ഉത്തരവാദി? അങ്ങനെ അത് ഇതുപോലൊരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്രയും കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കീഴില് അത്രയൊരു എറർ വരുത്തി കഴിഞ്ഞിട്ട് അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ലെങ്കിൽ പിന്നെ കുട്ടി പരീക്ഷ എഴുതിയ കുട്ടിയാണോ? ഡിസ്ക്ലൈമർ ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഡിസ്ക്ലൈമർ ഇടുക എന്ന് പറഞ്ഞാലേ അത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതൊന്നും അന്ന് ആരും കണ്ടില്ലയോ, അതാരും ചോദിച്ചില്ലയോ? ഇത് വളരെ നമ്മളെ ഭാവിയെക്കുറിച്ച് തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇതിന്റെയൊക്കെ പേരിൽ 100 കണക്കിന് ചെറുതും വലുതുമായ വിവാദങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ വിഷയത്തിലേത് വളരെ ഗൗരവകരമായ വിഷയമാണ്. പരീക്ഷ എഴുതിയിട്ടുള്ളതിൽ ഏതാണ്ട് 70-80% വിദ്യാർത്ഥികൾക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ല, മാത്രമല്ല ഇവിടെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ പുതിയ പാർട്ടിയെ പോലുള്ള ചെറുപ്പക്കാരുടെ രംഗത്തിന് അല്ലെങ്കിൽ അവരവസാനം ഇത് ഏറ്റെടുക്കും. അല്ല, അവരത് ഏറ്റല്ലോ, അല്ലാതെ ആരെങ്കിലും വേണ്ടേ? ഈ അനീതി ഇതിനെ അതിക്രമം എന്നല്ലേ പറയാം? അതെ, അതിക്രമം, ക്രൂരത. ഈ ക്രൂരത ചോദ്യം ചെയ്യാൻ ഈ എന്താ പറയുന്നത്, ഇത്രയും ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെ, ഇങ്ങനെ ഒരു ഫലപ്രഖ്യാപനം, ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ ചോർച്ച, ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ MP-മാരും അത് ഭരിക്കുന്ന BJPയുടെ MP-മാർക്ക് ചോദിക്കാവുന്നതല്ലേ? എല്ലാവരും അവനവന്റെ കാര്യം വല്ല നടക്കുമെന്ന് അന്വേഷണം നടക്കണം. കാരണം കോൺഗ്രസിന് കുറച്ച് MP-മാരാണോ ഉള്ളവർ ഓരോ സംസ്ഥാനത്ത് അവൻ്റെ കാര്യം മന്ത്രിയാവാൻ പറ്റുമെന്നൊക്കെ അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ ഈ രാജ്യത്തെ കുട്ടികളെക്കുറിച്ച് അവരാരും ബോധവാന്മാരല്ല. ഇനി അവിടെ എങ്ങനെ കുടുംബങ്ങളിൽ വല്ല ഈ CBSE എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഇടപെട്ടേക്കും. അല്ലാതെ നാട്ടുകാരെ മക്കളുടെ കാര്യത്തിൽ ഒരിക്കലും ഇടപെടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അല്ല, എനിക്ക് ഇതിനകത്ത് വേറൊരു ന്യായമായ സംശയമുണ്ട്. ഇവരിനി റീവാലുവേഷൻ കൊടുക്കുന്നു. ഇപ്പൊ പേപ്പർ എടുപ്പിച്ചിരിക്കുകയാണ്. അന്നേരമാണ് ഒരു കുട്ടി പറഞ്ഞത്, വായിച്ചായിരുന്നു പത്രത്തിൽ, സ്വന്തം പേപ്പറല്ല വേറെ പേപ്പർ, എനിക്ക് റീവാലുവേഷന് തന്നിരിക്കുന്ന പേപ്പർ ഞാൻ എഴുതിയ പേപ്പർ അല്ല. അത് ഒന്നുകിൽ എന്താണെന്നറിയാമോ, സ്കാൻ ചെയ്തതിലെ പ്രശ്നം, അല്ലെങ്കിൽ ഒറിജിനൽ ഈ പേപ്പർ മാറിയിരിക്കും. ഈ എന്താ കോഡിട്ടല്ലേ കൊടുക്കുന്നത്, ഫോൾസ് കോഡിട്ടല്ലേ ഇത് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പൊ വേറൊരു പിന്നെ എനിക്ക് തോന്നിയ ഒരു വിഷയം അതുകൊണ്ട് ഞാൻ പറയാം. ഈ കുട്ടികളുടെ ഈ പരീക്ഷാ പേപ്പർ ഇത് വീണ്ടും റീവാലുവേഷൻ ചെയ്യുന്നതും ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന് വേണ്ടി സ്കാൻ ചെയ്ത പേപ്പർ ആയിരിക്കുമല്ലോ. ഉറപ്പാണല്ലോ, അത് ഉറപ്പാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഈ പേപ്പർ ഇത്ര നാളെ വെച്ചിരിക്കും, പെട്ടെന്ന് ഇവർ ഡിസ്പോസ് ചെയ്യും. ഈ പേപ്പർ എവിടെ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പേപ്പർ ഡിസ്പോസ് ചെയ്യും. പേപ്പർ അവര് പരീക്ഷ പിന്നെ ഇത് പരീക്ഷ നടത്തുന്നു,
മൂല്യനിർണ്ണയം നടത്തുന്നു, ഫലപ്രഖ്യാപനം നടത്തുന്നു, റീവാലുവേഷൻ ഒരു ടൈം കൊടുക്കുന്നു. റീവാലുവേഷൻ റിസൾട്ട് വരുന്നതിന് പിന്നാലെ പേപ്പർ ഡിസ്പോസ് ചെയ്ത് കളയും. പിന്നെ ഏത് കോടതി വിളിച്ചു വരുത്തിയിട്ടും ഏത് കോടതിയിൽ പറഞ്ഞാലും ഇവർക്ക് ഇത് ഹാജരാക്കാൻ സാധിക്കില്ല. അത് ഞങ്ങൾ ഡിസ്പോസ് ചെയ്തു. അല്ല, പണ്ട് കേരളത്തിൽ പല തവണ പല സർവകലാശാലയിലും മാർക്ക് കെട്ടിപ്പ് വിവാദം ഉണ്ടായപ്പോഴൊക്കെ സംഭവിച്ചത് പിന്നീട് ആൻസർ ഷീറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. ആൻസർ ഷീറ്റ് പറഞ്ഞ് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു പോയി. അതാണ് ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ 12ാം ക്ലാസ്സിലേക്ക് ചെല്ലേണ്ട ആൾക്കാരാണ്. എത്രയോ പേരുണ്ട്. ഇപ്പോൾ CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഫലം എപ്പോഴേ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികൾക്കൊരു ഇത് ഇപ്പം നമ്മുടെ കേരള സിലബസിന്റെ 12ാം ക്ലാസ് പരീക്ഷ ഫലം നാളെ വൈകിട്ട് വരും. അപ്പോൾ ഇത് അഡ്മിഷന്റെ സമയമാണ്. ഈ അഡ്മിഷൻ സമയത്ത് റീവാലുവേഷന്റെ മാർക്ക് വെച്ച് അപേക്ഷിക്കാൻ കഴിയില്ല. ഇല്ലല്ലോ, ഞാൻ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എൻ്റെ മകന് കഴിഞ്ഞ വർഷം ഇതിൽ +2 CBSE അല്ല, സംസ്ഥാന സിലബസ് ആയിരുന്നു. പരീക്ഷയുടെ ഫലം വന്നപ്പോൾ അവന് ചില സബ്ജക്റ്റിന് ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ്. അവന് ഉറപ്പിച്ച് പറയുന്നു ഇത് അവന് അതിൽ കൂടുതൽ മാർക്ക് കിട്ടും, അപ്പോൾ എന്തായാലും റീവാലുവേഷൻ കൊടുക്കണമെന്ന്. പക്ഷേ നമ്മൾ റീവാലുവേഷൻ കൊടുത്തു. പക്ഷെ നമ്മൾ കോളേജ് പ്രവേശനം അപേക്ഷിക്കുമ്പോൾ ഇപ്പോഴത്തുള്ള മാർക്ക് വെച്ച് എന്തെങ്കിലും അതിന്റെ ഫലം വന്നിട്ട് കാര്യമില്ല. അല്ല, അത് കഴിഞ്ഞ് അവന് കോളേജിലെല്ലാം അഡ്മിഷൻ കിട്ടി 2 മാസം കഴിഞ്ഞപ്പോൾ വന്നു ഒരു സബ്ജക്റ്റിന് 16 മാർക്കാണ് കൂടുതൽ ഒരു പേപ്പറെ. അപ്പോൾ എന്ത് വാല്യുവേഷൻ ആയിരുന്നു? നമ്മുടെ ഇവിടുത്തെ കാര്യമാണോ? നമ്മുടെ നാട്ടിലെ കാര്യം. ഈ 16 മാർക്ക് വന്നപ്പോഴത്തേക്ക് അവന്റെ ശതമാനം ഏതാണ്ട് 2% വ്യത്യാസം വന്നു ഈ ടോട്ടലിൽ. അത് മാത്രമല്ല 2 സബ്ജക്റ്റ് അവിടുത്തെ 2നും നല്ലപോലെ മാർക്ക് കൂടി വന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഇത്ര ശതമാനം വ്യത്യാസം വന്നു. പക്ഷേ അവന് ഒരു പ്രവേശനത്തിന് കയറേണ്ട സമയത്ത് ഇതില്ല. പിന്നെ കിട്ടിക്കഴിഞ്ഞ് എപ്പോൾ കിട്ടിയിട്ട് കാര്യം എന്താ? നമ്മൾ ഉപരിപഠനത്തിനാണല്ലോ ഇത് നോക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാർക്കുമായിട്ട് മത്സരിച്ചല്ലേ വേറൊരു വിദ്യാർത്ഥി കയറിപ്പോണ്ട്. അവനൊരു 3% മാർക്ക് കുറയുമ്പോഴത്തേക്ക് അവനൊരു 300 സ്ഥാനം പുറകിൽ പോവാം. അപ്പോൾ എന്താണെങ്കിലും ശരി, വളരെ ഗൗരവകരമായ വിഷയമാണ് ഈ CBSE. അടിയന്തരമായി കോടതി സ്വമേധയെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയ 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയും വളരെ ഗൗരവമായിട്ട് ഇന്ത്യ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അവിടെ നമുക്ക് കേരള സിലബസ് എന്നോ CBSE സിലബസ് എന്നോ ഉള്ള വ്യത്യാസം വേണ്ട. നാളെ കേരളത്തിലും ഈ രീതി സംഭവിച്ചേക്കാം. ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങും ഇതുപോലെയുള്ള തുഗ്ലക് പരിഷ്കാരമെന്ന് നമുക്കിതിനെ പറയാൻ കഴിയും. അത് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ ഡിജിറ്റൽ ചെയ്യുന്നത് നല്ലതാണ്. ഡിജിറ്റൽ ഇന്ത്യ നമ്മുടെ മതിയായ സംവിധാനം നമ്മുടെ കൈവശമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളായിരിക്കും. അതെ, അത് 1ഉം 2ഉം പേപ്പർ അല്ലെന്ന് ഓർത്തോണം. ലക്ഷക്കണക്കിന് 4 ലക്ഷം 5 ലക്ഷം പേപ്പറുകളാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് ഇന്ന് നീറ്റ് പരീക്ഷയിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. മറ്റ് രക്ഷകർത്താക്കൾ ആരെങ്കിലും ഈ CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് നമുക്ക് കരുതാം. എന്താണെങ്കിലും പാറ്റ പാർട്ടി പോലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഇതിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഇത്തരം പാറ്റ പാർട്ടികളെ എന്ന് നമുക്ക് എന്താ പറയാ തെറ്റു പറയാൻ കഴിയില്ല. അവരെ പോലുള്ള പ്രസ്ഥാനങ്ങൾ സംശയ പശ്ചാത്തലമുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ വളരാൻ പോലും സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കാര്യം നമ്മുടെ ഭരണകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.